ചെറിയ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് 4 ടണ്ണിൽ താഴെ വരെയുള്ള വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ഇത് വേണ്ടല്ലോ അല്ലേ? 4 വീലർ ലൈസൻസ് മതിയല്ലോ അല്ലേ? 4 ടണ്ണ് വരെ ഓടിക്കാൻ വേണ്ടിയിട്ട് 4 വീലർ ലൈസൻസ് മതിയെന്ന്. 4 ടണ്ണോ? അതൊക്കെ എന്നാക്കിയാ ചെറിയ വണ്ടിക്കൊന്നും ഇപ്പോൾ ബാഡ്ജൊന്നും വേണ്ടല്ലോ. ഹെവി ഓടിക്കുന്നവർക്ക് മാത്രം ബാഡ്ജുള്ളൂ. ഇനി ബാഡ്ജ് എന്ന് സംഭവം എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. നിനക്കില്ലേ? എനിക്ക് മറ്റേ ഹെവി ലൈസൻസ് അല്ലേ ഉള്ളൂ. ഹെവി ലൈസൻസ് നിനക്ക് വിത്ത് ബാഡ്ജായിരിക്കും നിനക്ക് ഉണ്ടാവുക. ബാഡ്ജ് നമ്പർ ഉണ്ടാവുമല്ലോ. എനിക്കൊക്കെ ഉണ്ടല്ലോ. അപ്പം നിനക്ക് എന്തില്ലാത്ത? എനിക്ക് ഡയറക്റ്റ് ഹെവി അല്ലേ കിട്ടിയത്. ഡയറക്റ്റ് ഈ സാധനം കിട്ടിയത് ഏത്? 16 വീലിന്. 16 വീല് നീ എപ്പോഴത്തെ? അത് ഈ 2 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ എടുത്തു. 16 മറ്റേ അത് ഞാൻ ആ ഉദയൻ്റെ ഇതിനകത്ത് പോയപ്പോൾ 3500 രൂപ വെട്ടി വെച്ചിട്ട് റോഡിൽ കൂടെ വണ്ടി ഓടിച്ചാൽ പോലെ. ഹസാഡ് കൂടെ എടുക്കത്തില്ലായിരുന്നു? അതിന് ഹസാഡ് ഓടിച്ചാൽ പെട്രോളിയം വണ്ടി ടാങ്കർ ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ ഹസാഡ് സെപ്പറേറ്റ് ലൈസൻസ്. അത് 3 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യണം. 3 ക്ലാസ് അറ്റൻഡ് ചെയ്യണം. എങ്ങനെ ഈ ഹസാഡ് വണ്ടി ഓടിക്കുന്ന രീതിയും അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ സംഭവം ഇതൊക്കെ അല്ലേ? ഈ വണ്ടി ഓടിക്കുന്നതിന് അങ്ങനത്തെ സാധനത്തിന് വേണം. ഏത്? ഈ സാധനം ഓടിക്കുന്നത്. അത് ഓടിക്കുന്നതിനൊന്നും വേണ്ട. ഹസാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങൾ കൊണ്ടു നടക്കുന്ന വണ്ടിയൊക്കെ. ഗ്യാസ് ടാങ്കർ, നമ്മുടെ ഗ്യാസ് ടാങ്കറില്ലേ, അത് പെട്രോളിയം ഡീസൽ കൊണ്ടുവരുന്ന ടാങ്കറുകളില്ല, അത് പിന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന വണ്ടികൾ, അതേപോലെ ഈ മറ്റേ എക്സ്പ്ലോസീവ് എഴുതിയേക്കുന്ന ചെറിയ വണ്ടികൾ കൊണ്ടുപോകുന്നുണ്ടല്ലേ, അത് പിന്നെ ആശുപത്രിയിലെ ഓക്സിജൻ സിലിണ്ടേഴ്സ് കൊണ്ടുപോകുന്നില്ലേ, അങ്ങനത്തെ വണ്ടികളൊക്കെ ഓടിക്കുന്നതിനാണ് ഹസാഡ് ഉപയോഗിക്കുക. ഈ തൃശ്ശൂര് ഇത് എത്ര മണിക്കൂറുണ്ട്? എവിടെ നിന്ന്? തൃശ്ശൂര് ചാലക്കുടി. കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ചാലക്കുടി നമുക്കൊരു അരമണിക്കൂർ. തൃശ്ശൂർ ചാലക്കുടി ഒരു അരമണിക്കൂർ. നമ്മൾ പാലേക്കര കയറി കഴിഞ്ഞാൽ എത്തിയില്ലേ? ചാലക്കുടി എത്തിയില്ലേ? തൃശ്ശൂർ ചാലക്കുടി അരമണിക്കൂറോളൂ. അരമണിക്കൂർ. അവിടെ ട്രാഫിക് സിഗ്നൽ പകലാകുമ്പോൾ ട്രാഫിക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. പിന്നെ ഡബിൾ ലൈൻ ആയതുകൊണ്ട് വിട്ടു പോവാം. കോട്ടയിലാണ് പോണ്ടേ? അല്ല, ചാലക്കുടി തന്നെ. ചാലക്കുടി താഴെ ഇറങ്ങില്ല നമ്മള്. അവരുടെ ലൊക്കേഷൻ വെച്ച് വന്നിട്ട് എനിക്കറിയാം. പാലത്തിന്റെ അടിയിലാ ഈ വണ്ടീനെ. മറ്റേ വണ്ടിയാ അടുത്ത്. ഇത് ഓടുന്നില്ലല്ലോ. എന്നിട്ട് ഈ വണ്ടിയാ ടി പി ഓടി. എൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോഴാണ് ഇപ്പൊ പറഞ്ഞത് ഈ വണ്ടി വേഗം കൊണ്ടുപോയിട്ട് എടുത്തവർക്ക് തന്നെ തിരിച്ചു കൊടുത്തോളം കൊണ്ടുപോകും. ആര്? എടുത്തവർക്ക് തന്നെ തിരിച്ചു കൊടുത്തോളം കൊണ്ടുപോകും. അതെന്താ അങ്ങനെ വണ്ടിയിൽ ഇതേതാ മോഡൽ വണ്ടി? 21. ഇതെന്ന് പറഞ്ഞാൽ എഞ്ചിനൊക്കെ കംപ്ലൈന്റ് ആയിട്ടുണ്ടാവും വണ്ടി. 1,48,000. 21 ആണെങ്കിൽ ഒരു ആടുബ്ലൂ ഉണ്ടാവുമല്ലോ. മറ്റേ ആടുബ്ലൂ അതെവിടെ? ഇതിനകത്ത് ആടുബ്ലൂ ആടില്ല. ഇതിനകത്തുമില്ല. അതിനകത്ത് നോക്കണം. ആടുബ്ലൂവിന്റെ ഇതില്ല. അതിനകത്ത് ടാങ്കുമില്ല.
രമേശ് കണ്ണൂർ പോയിട്ടല്ലോ. എന്നാ കണ്ടോ? ഇന്നലെ വൈകുന്നേരം ഞാൻ വണ്ടി കണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ടായിരുന്നു വണ്ടിയിൽ. ഏത് വണ്ടിയിൽ? നമ്മുടെ വണ്ടിയിൽ, ഞാൻ പോയ വണ്ടിയിൽ, ബസ്സിൽ. പോയ അവ അങ്ങനെ പോയി. അവന്റെ വൈഫ് ഹൗസ് അവിടെ അല്ലേ? അവന്റെ പെണ്ണിന്റെ വീട് എവിടെയാ? അപ്പൊ അങ്ങോട്ട് പോയേക്കുന്നേ. അവിടെ പോയിട്ട് രാവിലെ അവിടെ നിന്ന് ബസ്സുണ്ട് 9 മണിയാകുമ്പോഴത്തേനും കണ്ണൂർ എത്തണമെന്ന് പറഞ്ഞിട്ട്. മണിക്കൂറാന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ശനിയാഴ്ച അതിൽ വരും. ഇതിൽ വന്നിട്ട് എത്ര ദിവസം നിൽക്കാം? അത് കഴിഞ്ഞിട്ട് അലയ്ക്ക് പോകല്ലേ? 20 ദിവസം ഉണ്ട്. 20 ദിവസം. ആ, ക്രിസ്മസിന്റെ അവധിയും മലയ്ക്ക് പോയിട്ട് വരണ്ടേ? 23-ാം തീയതി മലയാണ്, 22-ന് മലയ്ക്ക് പോകുന്നുണ്ട്, 24-ാം തീയതി വരുന്നുണ്ട്. നമ്മളീ മറ്റേ മുക്കത്തുനിന്ന് മുക്കാരിക്കോട് ആ വഴി പോണ്ടേ? അതല്ലേ എളുപ്പം. നമുക്ക് ആദ്യം ടൗണിൽ കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് വരാല്ലേ? അവിടെ ടൗണിൽ കൊടുത്തിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ, നമുക്ക് ആ വഴിക്കാൻ വിടാലോ. എനിക്ക് മുക്കത്തിന്റെ ഇപ്പുറത്ത് ഒരു സ്ഥലത്തുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കൊടുത്തങ്ങ് പോവാ അല്ലേ? അത് ടൗണിൽ കയറി അങ്ങ് ഇറങ്ങിയാ പോവാ അല്ലേ? അതിലെ പോയി കഴിഞ്ഞാൽ റോഡ് ഭയങ്കര മോശം മോനെ. ഏത് ടൗണിൽ കൂടിയാ? പിന്നെ നമുക്ക് തിരിച്ചു വന്നിട്ട് ഈ വഴി കൂടെ പോവാം. ടൗണിൽ കൂടെ അല്ല, നമ്മള് പിന്നെ മറ്റേ പരപ്പനങ്ങാടി വഴി കയറി പോണ്ടേ? ഹൈവേ ഫുള്ള് റോഡ് പണി നടക്കുന്നതുകൊണ്ട് ട്രാഫിക്കും ഭയങ്കര ബ്ലോക്കും ആയിരിക്കും. ഓടിയാ നീങ്ങുമില്ല. നമുക്കൊരു പണി ഇപ്പുറത്തെ വഴി കൂടെ പോവാം. കയറിപ്പോ ആള് കയറുന്നുണ്ട്. ചേച്ചി കയറി. വണ്ടി ഉരുണ്ടോണ്ടിരുന്നപ്പോ ഒരു ചേച്ചി കയറി അവിടെ. ആണോ? നിങ്ങൾ വോയിസ് കൊടുക്കുന്നില്ലേ ഇതിനകത്ത്? വോയിസ് ഇല്ല. ഇതിനൊക്കെ ഉള്ള നമുക്ക് ഇതൊക്കെ വേണമെന്ന്. അതല്ല ഞാൻ പറഞ്ഞേ, ഇതിപ്പോ വോയിസ് ആഡ് ചെയ്യുന്നുണ്ടോന്ന് നിങ്ങൾ? ഇത് യൂട്യൂബാ? ലൈവാ? അല്ലല്ല, യൂട്യൂബ് ലൈവാ കൊടുത്തപ്പോ അപ്പം സെക്കൻഡ് ആൾക്കാർ കാണില്ല. ചായ എന്തായാലും കുടിച്ചല്ലോ വൈകിട്ട്. ചായ നമുക്ക് ഇവിടെ കുടിക്കണം. നമുക്ക് ഇവിടെ വിടുക. നമുക്ക് ട്രാഫിക് കഴിയുന്ന സ്ഥലം വിടുക. നമുക്ക് ചോറ് ഇറങ്ങിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ കാണിക്കാം. ചോറ് വന്ന് ഇറങ്ങി കിട്ടും. നമുക്ക് കഞ്ഞി കുടിക്കാം. നമുക്ക് ആദ്യം ചായ കുടിക്കാം. ഞാൻ ഒന്നും കഴിച്ചില്ല, ചായ പോലും കുടിച്ചില്ല.